CPM പ്രതിനിധികൾ കൂടി നമ്മളോടൊപ്പം ചർച്ചയിൽ ചേരുകയാണ്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ നമ്മളോടൊപ്പം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഒരുപാട് സൂചനകൾ അല്ലെങ്കിൽ ഈ ചൂണ്ട പോലെ ഇട്ട് പോവുകയാണ് കോൺഗ്രസ്. കെ കവിത കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഏത് ദിവസമാണ്? കെ കവിതയുടെ ആതിഥ്യം ഇവിടെ ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടോ? എവിടെയാണ് താമസിച്ചതെന്ന് അന്വേഷിക്കൂ. ക്ലിഫ് ഹൗസിന്റെ ആതിഥ്യം സ്വീകരിച്ചിട്ടുണ്ടോ കവിത? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദ്യരൂപേണ ഉന്നയിക്കുകയാണ്. ഞങ്ങൾ പറയാറില്ല എന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് ചിരിക്ക് വക നൽകുന്നതാണ്. കാരണം ഖുർആന്റെ മറവിൽ സ്വർണം കടത്തി എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം, നിയമസഭയിൽ ഉന്നയിച്ച ആരോപണം കസ്റ്റംസ് ചവിട്ടിക്കൂട്ടി തോട്ടിലെറിഞ്ഞിട്ടുണ്ട്. എന്താണ് സംഭവിച്ചതെന്നുള്ള റിപ്പോർട്ട് കസ്റ്റംസ് കോടതിയിൽ കൊടുത്തു കഴിഞ്ഞു. വെറുതെ മാത്രം സംസാരിക്കുന്ന, നുണകൾ മാത്രം സംസാരിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളതെന്ന് എല്ലാ അഴിമതി ആരോപണങ്ങളും അവസാനം എവിടെ എത്തി എന്ന് പരിശോധിക്കുമ്പോൾ കാണാം. ഫോണിനെ കുറിച്ച് വെറുതെ പറഞ്ഞതാണ്, അതുപോലെ തന്നെ AI ക്യാമറയെ കുറിച്ചും വെറുതെ പറഞ്ഞതാണ് എന്നെല്ലാം കോടതിയിൽ തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇനി ഇപ്പോ ഇവർ പറയുന്നത് ഒയാസിസ് കമ്പനി എന്ന് പറയുന്നവര് ദല്ലാളുകളെ വെച്ച് ഓരോ സംസ്ഥാനങ്ങളിലും ഭരണകക്ഷിയെ പോയി കണ്ട് കരാറുണ്ടാക്കുന്നവരാണ് എന്നാണ് ഇവരുടെ ഒരു അനുഭവം. ഈ അനുഭവം ഇവർക്ക് എവിടുന്ന് കിട്ടി? ഇവരുടെ 3 മുൻ മുഖ്യമന്ത്രിമാർ, അവർ മുഖ്യമന്ത്രിമാരായിരുന്ന കാലത്ത് പഞ്ചാബിലും ഹരിയാനയിലും രാജസ്ഥാനിലും ഇവർക്ക് കമ്പനികൾ അനുവദിച്ചു കൊടുത്തത് കോൺഗ്രസ്സാണ്. ഞങ്ങളുടെ രീതി ഇതായിരുന്നു എന്നാണെങ്കിൽ കോൺഗ്രസ് ചിന്തിക്കുന്നതെങ്കിൽ ആ രീതി അല്ല ഇടതുപക്ഷത്തിന് എന്നാണ് ഞങ്ങളുടെ വാദം. ഇവിടെ അനിൽകുമാർ, കോൺഗ്രസ് ആരോപണം ഉന്നയിച്ചാലും ഇല്ലെങ്കിലും ഡൽഹി മദ്യനയ അഴിമതിയിൽ പ്രതിസ്ഥാനത്ത് വന്ന കമ്പനിയാണ് കേരളത്തിൽ ഈ ഡിസ്റ്റിലറിയും ബ്രൂവറിയും തുടങ്ങുന്നത് എന്നുള്ളത് വസ്തുതയാണല്ലോ. എന്താണ് ഡൽഹി മദ്യനയ അഴിമതി? ഡൽഹി സർക്കാരിനെ പണം നൽകി സ്വാധീനിച്ച് മദ്യ കമ്പനികൾക്ക് അനുകൂലമായ നയമുണ്ടാക്കി എന്നുള്ളതാണ് ഈ കേസ്. അപ്പോൾ ഡൽഹിയിൽ ചെയ്തത് തന്നെയാണ് ഇവിടെയും ചെയ്തത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതായത് ഈ കമ്പനിക്ക് കേരളത്തിൽ ഒരു താല്പര്യമുണ്ട്, അവർ കിക്ക് ബാക്ക് നൽകി മദ്യനയം അവർക്ക് അനുകൂലമാക്കി മാറ്റി എന്നുള്ളതാണ് ആരോപണം. കോൺഗ്രസ് പറഞ്ഞാലും ഇല്ലെങ്കിലും ഡൽഹി മദ്യനയ അഴിമതിയിൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടുന്ന കമ്പനിയാണിത് എന്നുള്ള വസ്തുത മാറില്ലല്ലോ. അവിടെയാണ് മനസ്സിലാക്കേണ്ടത്, ആ കമ്പനിയുടെ തലവനെ തന്നെയാണ് മാപ്പുസാക്ഷിയാക്കിയിട്ട് അയാളെ പ്രതിസ്ഥാനത്ത് ഇന്ത്യ ഗവൺമെന്റ് ഒഴിവാക്കി കൊടുത്തത്. 2, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു കാര്യം, മദ്യ നിർമ്മാണത്തിന് വേണ്ടി കേരളത്തിൽ ഏത് കമ്പനിക്കും വരാം. കേരളത്തിലെ മദ്യനിർമ്മാണത്തിന്റെ കുത്തക ഒരു കമ്പനിക്കായി നൽകിയിട്ടില്ല. ഒയാസിസ് കമ്പനിക്ക് കേരളത്തിൽ അനന്തകാലം മദ്യം നിർമ്മിക്കാനുള്ള അവകാശം കൊടുത്തിട്ടില്ല. കോൺഗ്രസുകാരുടെ തന്നെ മന്ത്രിമാർ കർണാടകത്തിൽ ഇതേ കച്ചവടം നടത്തുന്നവരാണ്. ബഹുമാനപ്പെട്ട കർണാടകത്തിലെ വനിതാ ശിശുക്ഷേമ മന്ത്രി കേരളത്തിൽ അപേക്ഷിക്കുക, അവർക്ക് അപേക്ഷ കിട്ടിയാൽ ഇതേ വ്യവസ്ഥകൾ പ്രകാരം അവർക്കും കേരളത്തിൽ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാം. പണം കൊടുക്കാതെ കർണാടക മന്ത്രിക്ക് കേരളത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കാനാകും എന്ന് തെളിയിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് ഒരവസരം തരണമെന്ന് കർണാടകത്തിലെ കോൺഗ്രസിന്റെ വനിതാ ശിശുക്ഷേമ മന്ത്രിയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. KPCC അവരെ ക്ഷണിച്ചുകൊണ്ട് വരണം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, നിയമം പാലിക്കണം. നമ്മുടെ കേരളത്തിനകത്തെ നിയമവ്യവസ്ഥകൾ പാലിക്കുന്ന ഏതൊരു വ്യവസായത്തിനും എന്തായാലും ആരോപണങ്ങൾ പരസ്പരം, ഒരു സെറ്റ് ആരോപണം പ്രതിപക്ഷം ഉന്നയിച്ചു, മറു സെറ്റ് ആരോപണം ഭരണപക്ഷം ഉന്നയിച്ചു.